കഴിഞ്ഞ പെന്തക്കുസ്ത ഞായറാഴ്ച വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ കുറിച്ചു: അപ്പസ്തോലന്മാരെ പോലെ ക്രിസ്തുവിശ്വാസം നിമിത്തം പീഡനം സഹിച്ച എല്ലാ ക്രൈസ്തവരെയും അനുസ്മരിക്കുകയാണ്. തന്റെ ഭരണകൂടം എല്ലായ്പ്പോഴും ഓരോ അമേരിക്കക്കാരന്റെയും ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം സംരക്ഷിക്കും. അതിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസും വൈറ്റ് ഹൗസ് മതസ്വാതന്ത്ര്യ കമ്മീഷനും രൂപീകരിച്ചിരിക്കുന്നത്. പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു US പ്രസിഡന്റിന്റെ സന്ദേശം. ഈശോയുടെ ഉത്ഥാനത്തിന് 50 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവിടുത്തെ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി. അവരെ അന്യഭാഷകളിൽ സംസാരിക്കാനും ലോകമെമ്പാടുമുള്ള സർവ്വജനങ്ങളിലേക്കും യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനും പ്രാപ്തരാക്കി. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ അപ്പസ്തോലന്മാർ അനേകം മനസ്സുകളെയും ആത്മാക്കളെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സജ്ജരായി. 2000 വർഷത്തിലേറെയായി ക്രിസ്തുവിന്റെ നാമം പ്രഖ്യാപിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവരുന്നു. സുവിശേഷം പ്രചരിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഈ സത്യവും ട്രംപ് തന്റെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തി. ഈ മഹത്തായ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അപ്പസ്തോലന്മാരെപ്പോലെ വിശ്വാസം നിമിത്തം പൂർണ്ണ മനസ്സോടെ പീഡനമേറ്റുവാങ്ങിയ എല്ലാ ക്രൈസ്തവരെയും ഞങ്ങൾ ആദരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ രാഷ്ട്രത്തെയും അതിലെ ജനങ്ങളെയും സമൃദ്ധമായ കൃപയാൽ നിറയ്ക്കട്ടെ. നമുക്ക് സമാധാനവും സംരക്ഷണവും ദൈവത്തിന്റെ സാന്നിധ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് ട്രംപിന്റെ പെന്തക്കുസ്ത സന്ദേശം സമാപിക്കുന്നത്.